എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയോട് ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കാറ് എങ്ങനെയാണ് നീ വരുമ്പോഴേ കൊണ്ടുവരുവോളോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാം എന്ന് നയന പറയുന്നു. അത് കഴിഞ്ഞ് ആദർശ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നയന കയറി വരുവാണ് അകത്തേക്ക്. അപ്പോഴത്തേക്കും ദേവേനയും റൂമിൽ നിന്ന് ഇറങ്ങി വരും. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, ഇവിടെ നടന്ന സംഭാഷണമൊക്കെ കേട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം കേട്ടു, എന്തിനാ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത്, ഞാൻ മോളെ ഉപദേശിക്കാനായിട്ട് വന്നു എന്നൊക്കെ നിങ്ങൾ പറയണ്ടായിരുന്നു എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ അപ്പം തന്നെ മാറ്റി പറഞ്ഞല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ആരാ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്, അവൻ അങ്ങനെ പൊട്ടനൊന്നുമല്ല, അവന് നല്ല സംശയം തോന്നിക്കാണും, ഇപ്പം തന്നെ അവൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും സംശയം ഉള്ളത് കൊണ്ടാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ദേവേനെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, ആദർശൻ്റെ സംഭാഷണത്തിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന നന്ദുവിനെ കാണുമ്പോൾ ദേവേനെ വീണ്ടും പറയുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞത് മോൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഉപദേശിക്കുകയും ചെയ്യുവാണ്. കുറച്ച് കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദു അകത്തേക്ക് പോകും. അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി മോളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ, അവൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ അവൾ ഇത്തിരി ശ്വാസം മുട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല സ്മാർട്ടായിട്ട് ഓടി നടന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു, അനിയുമായിട്ടുള്ള പ്രേമബന്ധം തുടങ്ങിയതിന് ശേഷമാണ് അവൾ ഡൗൺ ആയി പോയത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അനിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, അവൻ്റെ പിള്ളകളി മാറിയിട്ടില്ല എന്നൊരു പരാതി മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവനും ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംഭാഷണം അങ്ങനെ അങ്ങ് പോകുന്നു. ഈ സമയം ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശിന് നല്ല സംശയമുണ്ട്, കാരണം ദേവയാനിയുടെ കാർ അവിടെ കിടക്കുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എല്ലാവർക്കും ആകപ്പാടെ ഒരു പരിഭ്രാന്തിയൊക്കെ ആദർശിന് തോന്നിയായിരുന്നു. അതുകൊണ്ട് നയൻ നുണ പറയുവാണോ എന്ന് ആദർശിന് നല്ല സംശയമുണ്ട്. പിന്നീട് നമ്മുടെ അഭിയെയും അനഘയാണ് കാണിക്കുന്നത്. അഭിയെ കാത്തു നിൽക്കുവാണ്. അനഘയ്ക്കും കുഞ്ഞിനും ഒക്കെയുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അന്നേരം അനഘ പറയുന്നുണ്ട്, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, ഈ ഭൂമിയിൽ നിന്ന് പോകാൻ നിൽക്കുന്ന എനിക്കെന്തിനാ ഡ്രസ്സ്, എന്നെ ഇട്ട് മൂടാനാണോ, അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, നീ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു വന്നിരുന്നത് എങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു, ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം അനഘ പറയുന്നുണ്ട്, നീ വിവാഹം കഴിച്ചു എന്ന് കരുതി എനിക്ക് യാതൊരു കുഴപ്പമില്ല, അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, അത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇതിനൊരു തീരുമാനം എടുക്കണം, എനിക്ക് എൻ്റെ മോളോട് അവളുടെ അച്ഛൻ ആരാണ് എന്ന് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നൊക്കെ പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, നീ എനിക്ക് ഒരാഴ്ചയും കൂടെ താ എന്ന്. അന്നേരം അവൾ പറയും, അത്രയും സമയമൊന്നും എനിക്ക് തരാനില്ല, എനിക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം എന്നെന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് നടക്കുകയില്ല എന്ന് ഞാനും പറഞ്ഞേക്കാം എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും ആകണ്ട, ഇതിനൊരു ഞാൻ ഒരു തീരുമാനം ഞാൻ പെട്ടെന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പോകാൻ നോക്കുകയാണ്. അന്നേരം അനഘ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം, ആദർശേട്ടനെ അടക്കം, ആ മനുഷ്യൻ പേര് പോലെ തന്നെ ഒരു മാന്യനാണ്, അവരെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്നൊക്കെ പറയും. അന്നേരം മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, പണ്ടത്തെ പോലെയല്ല ഞാൻ, എനിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അഭി. അന്നേരം ആകെ വിഷമമാണ് അനഘയ്ക്ക്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു റൂമിലിരിക്കുമ്പം ദേവേനെ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് പ്രധാനമായിട്ടും വന്നത് മോൾക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ്, മോൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയപ്പോഴേ തന്നം എന്ന് കരുതിയതാണ്, അന്ന് സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു നെക്ലേസാണ്. അതെടുത്ത് കഴുത്തിൽ വെച്ചൊക്കെ നോക്കുന്നുണ്ട് ദേവേനി. എന്നിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനിയിപ്പം മോളുടെ വിവാഹമൊക്കെ വരുമ്പോഴേക്കും മോൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് എന്ന് ചേച്ചിയോട് പറഞ്ഞാൽ മതി, ചേച്ചി അതെല്ലാം ഡിസൈൻ ചെയ്ത് തരും, ആരും കാണാത്ത ആരും ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഡിസൈനൊക്കെ ആയിരിക്കണം അന്ന് മോൾ ഇടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീണ്ടും അനിയുടെ കാര്യം പറഞ്ഞ് നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്. കുറേ കേട്ട് കഴിയുമ്പം നന്ദു പറയുന്നുണ്ട്, അനിയെ അങ്ങനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല, അത് അവനാകെ വിഷമമാക്കും എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അവനോടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ മോള് മനസ്സിൽ തന്നെ വെച്ചാൽ മതി, അവൻ്റെ അടുത്ത് കാണിക്കേണ്ട, കാണിച്ചിട്ടുണ്ടെങ്കിൽ അനാമികയുടെയും അവൻ്റെയും ജീവിതം തകരുമെന്ന് പറഞ്ഞാൽ കുറേ ഉപദേശിച്ചിട്ട് വീണ്ടും ദേവേനെ ഇറങ്ങിപ്പോകുന്നു. അന്തേക്കും നയന അടുത്തോട്ട് വന്നിട്ട്, അമ്മ പറഞ്ഞതെല്ലാം മോൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തേക്കണം, നീ ആയിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത് എന്ന് പറഞ്ഞിട്ട് നയനയും പുറത്തേക്ക് പോവുകയാണ്. ഏതായാലും അവരെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ആ ഗിഫ്റ്റിലേക്ക് നോക്കിയിട്ട് നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, അനി ഈ തന്ന സമ്മാനത്തിനേക്കാളും എനിക്ക് വിലപ്പെട്ടത് നിൻ്റെ സ്നേഹം തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, ഞാനിപ്പം നിസ്സഹായമായി പോയിക്കൊണ്ടിരിക്കുവാണ് എന്നിങ്ങനെ നന്ദു മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശ് വണ്ടിയിൽ വെച്ച ജയനോട് ഈ കാര്യങ്ങളും ഈ സംശയങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം ജയൻ ചോദിക്കുന്നു, എനിക്ക് ഇത്രത്തോളം സംശയം തോന്നാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒന്നാമത് ഞാൻ ചെന്നപ്പോഴേ അവിടെ അമ്മയുടെ കാറ് കിടപ്പുണ്ടായിരുന്നു, ഞാൻ
അവളോട് ചോദിച്ചപ്പം അവൾ എടുത്തുകൊണ്ട് വന്നതാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ലല്ലോ, ദേവയാനിയുടെ കാറ് മോൾ ഉപയോഗിക്കാറില്ലായിരുന്നല്ലോ, ഇനിയിപ്പം മരുമോളും അമ്മായിയമ്മയും കൂടി സ്നേഹിച്ച് തുടങ്ങി കാണുമോ എന്നിങ്ങനെ ജയൻ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നയനെ അത് എന്നോട് തുറന്നു പറയേണ്ടതാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം അമ്മയും അവളും സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി വഴിപാടുകൾ പോലും നേർന്നിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവൾ അതിനോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, ദേവയാനി നയനമോളെ സ്നേഹിച്ച് തുടങ്ങിയെങ്കിൽ അവൾക്കത് നമ്മളോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ട് കാരണം കരൾ ദാനം കൊടുത്തതിന് ശേഷവും നയനമോളെ ഒരുപാട് ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് അവൾ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ നമ്മളോട് പറയാൻ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അവിടെ ചെന്നപ്പോൾ മൊത്തത്തിൽ സംശയമായിരുന്നു, കാരണം ഞാൻ അവരോട് ചെല്ലുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ചെന്നിട്ടും അവിടെ ഒരു സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ വേറെ ആരെയും അവിടെ കണ്ടുമില്ല, അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ റൂമിലേക്ക് ചെന്നപ്പം ആ റൂമിൽ കയറണ്ട, ആ റൂമിൽ ആകെ പൊടിയാണ് എന്ന് പറഞ്ഞ് നയനയും ഗോവിന്ദൻ അച്ഛനും ഒക്കെ എന്നെ തടഞ്ഞു എന്ന് പറയും. അന്നേരം ജയൻ പറയും, അങ്ങനെ തടഞ്ഞപ്പോൾ മോനൊന്ന് കയറി നോക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ആദർശ് പറയും, അല്ല അവളുടെ അച്ഛൻ പോലും അതിനകത്ത് പൊടിയാൻ മോൻ കയറണ്ട എന്ന് പറയുമ്പോൾ ഞാൻ കയറുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് വേറെ റൂമിൽ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഞാൻ പോകുന്നത്, അവരുടെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം ഉണ്ടായിരുന്നു എന്നൊക്കെ ആദർശ് പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം അമ്മ അവിടെ ഉണ്ടായിരുന്നു, അമ്മയും നയനയെ സ്നേഹിച്ച് തുടങ്ങിയെങ്കിൽ അതെന്നോട് അവൾ എന്തിൻ്റെ പേരിൽ മറച്ചു വെച്ചാലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി പോകാനായിട്ട് റെഡിയാകുന്നു, എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് നമ്മുടെ നന്ദുവിനെ വീണ്ടും ഉപദേശിക്കുന്നു. എന്നിട്ട് അതിനിടയ്ക്ക് പറയുന്നുണ്ട്, മോള് SI സെലക്ഷനൊക്കെ കഴിഞ്ഞ് ജോലി പ്രവേശിച്ചതിന് ശേഷം മോളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം, അത് ഞങ്ങൾ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരുമെന്നൊക്കെ ദേവയാനി പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഉടനെ വിവാഹമൊന്നും വേണ്ട എന്ന്. അന്നേരം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവൾക്ക് SI ആയിട്ട് ചാർജ് എടുത്ത് ഈ നാട്ടിലെ ഗുണ്ടകളെയൊക്കെ ഒന്ന് ഒതുക്കണം, എന്നിട്ടേ അവൾ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനിയുടെ വക, മോളെ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കുറേയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ പെരുമാറാവുള്ളൂ എന്നൊക്കെ പറയുന്നു. കുറേ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേവയാനി പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത്. അഭിയെ കാണുന്നത്, അയ്യോ അഭി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നയനയും ദേവയാനിയും കൂടി അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ അഭി കയറി വരുമ്പോഴേ വാ മോനെ എന്ന് പറഞ്ഞ് ഇവരുടെ മുഖത്ത് പ്രത്യേക ഒരു ഭാവമാണല്ലോ അവനെ, ദേവയാനി അവിടെ ഉള്ളതുകൊണ്ട്. അന്നേരം അഭിയും ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും എന്നെ കണ്ടേതാണ്ട് പരിഭ്രമപ്പെട്ടതുപോലെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഈ പരിഭ്രമമൊന്നുമില്ല, നീ വരും എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിച്ചിരുന്നില്ല, പിന്നെ നീ വാക്ക് പാലിച്ചതിൻ്റെ ഒരു ഞെട്ടലാണ് എല്ലാവരുടെയും മുഖത്ത് എന്ന് പറയും. അന്നേരം ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ മോളോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയും. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു മോതിരം ഗിഫ്റ്റായിട്ട് എടുത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം നവ്യയ്ക്ക്. നീ ഇട്ട് നോക്കാമെന്ന് പറയുമ്പോൾ ഇട്ട് നോക്കാനൊന്നുമില്ല, പാകമാകും, ഏതായാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഏതായാലും മോള് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നതല്ലേ അഭി, അതിൻ്റെ സന്തോഷം മോളുടെ മുഖത്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് രണ്ടുപേരുടെ റൂമിലേക്ക് പൊയ്ക്കോ എന്ന് ഗോവിന്ദൻ പറയുന്നു. അങ്ങനെ അവർ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ദേവയാനി നയനയും കൂടെ അങ്ങോട്ട് വന്നു. എന്നിട്ട് അഭി വണ്ടി കാണുമോ, അവനെന്തെങ്കിലും സംശയം ഉണ്ടായി കാണുമോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ വണ്ടി ശ്രദ്ധിച്ചില്ലെന്നാണ് തോന്നിയത് എന്ന് കനകയും പറയും. അങ്ങനെ വിഷു കഴിഞ്ഞിട്ട് മോള് അങ്ങോട്ട് തന്നെ വന്നേക്കണം, ഇപ്പം എൻ്റെ കൂടെ വാ, പർച്ചേസ് കഴിഞ്ഞിട്ട് തിരിച്ചു വിട്ടേക്കാം എന്നൊക്കെ ദേവയാനി പറയുന്നു. അങ്ങനെ ദേവയാനി പുറത്തേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും ഇവിടെ വന്നുകൊണ്ട് കുറേ നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു, നയനയും ആദർശം നല്ല രീതിയിൽ ജീവിക്കുന്നു, ഇപ്പം നവ്യയിലും അഭിയിലും പ്രശ്നങ്ങളൊന്നുമില്ല, അഭിയും മാറി തുടങ്ങി, ഇനി നിമോനും അനാമികയും കൂടെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, മോളോട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പിന്നെയും പറയുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. ഏതായാലും ആളാം ഇത് ഉപദേശം കേട്ട് തല പെരുത്തിരിക്കുന്ന നമ്മുടെ നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.